മെഗാ സംസ്ഥാന രാഷ്ട്രീയത്തെ മൊത്തത്തിൽ ആടി ഉലയ്ക്കുന്ന സംഭവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല എന്നായിരുന്നു ആദ്യഘട്ടമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരാതി വന്നിരിക്കുന്ന സാഹചര്യം. അപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമസ്യയിൽ ഇതുവരെ ഈ പെണ്ണ് കേസിനാൽ പീഡന പരാതികളാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കളങ്കമേറ്റ വ്യക്തികളെ പറ്റിയാണ്. അപ്പോൾ നോക്കൂ, പി ടി ചാക്കോ മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തെ പറ്റി പറയുന്നത് പി ടി ചാക്കോ മുതൽ രാഹുൽ മാങ്കൂട്ടം വരെയുള്ള ഒരു വലിയ നിര അതിലുണ്ട്. ഏറ്റവും കൂടുതൽ നോക്കിയാലും കോൺഗ്രസിൽ തന്നെയാണ് ഇത്തരത്തിൽ. അവരൊരു ആൾക്കൂട്ടമാണല്ലോ, അവർക്ക് നിയന്ത്രിക്കാനല്ല. പിന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയും ശശിയെ പോലെയും കെ ശശീന്ദ്രനെ പോലെയും അതേപോലെ മുകേഷിനെ പോലെ പ്രഗത്ഭർ ഇപ്പോഴും ഉണ്ട്. ബി ജെ പിയിലും വലിയ തരത്തില്ലാത്ത രീതിയിൽ പ്രാദേശിക തലത്തിലും അല്ലാത്ത രീതിയിലും എടുത്ത് കാണിക്കാൻ കഴിയുന്ന ശ്രീകൃഷ്ണകുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ട്. അപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? എല്ലാ കാലത്തും രാഷ്ട്രീയത്തിലെന്നല്ല ഏത് ജീവിതത്തിന്റെ ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും, അത് കലയായിക്കോട്ടെ സാഹിത്യമായിക്കോട്ടെ, ഏത് മേഖല എടുത്തു നോക്കിയാലും ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു വരാറുണ്ട്. അതിൽ ഒരു രാഷ്ട്രീയത്തെ എന്നല്ല സിനിമയെന്നല്ല ഒന്നിനെയും ജനറലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ വ്യാജ പരാതികളുടെ സ്ഥാനം ഒരു പടി മുകളിലാണെന്ന് പറയാം. പക്ഷെ അതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയെ താഴെയിറക്കാൻ ഒരു ലൈംഗിക ആരോപണം എന്തുകൊണ്ട് ഉയർന്നു വരുന്നു എന്നുള്ള കാര്യമാണ്. മേഘ പറയുമ്പോഴേ എനിക്ക് വിശ്വപ്രസിദ്ധമായ ഒരു നമ്മുടെ ശ്രീനിവാസൻ രചിച്ച സന്ദേശം സിനിമയിലെ ഒരു ഡയലോഗാണ് ഓർമ്മ. കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സുകാർ അതൊക്കെ ഉപയോഗിക്കുന്നു, പക്ഷെ അതിലൊന്നും കഴമ്പില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. കൃത്യമായ തെളിവുകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നാട് വിടുന്നൊരു സാഹചര്യമാണ്, വിദേശത്തേക്ക് കടക്കുമെന്നൊക്കെ പറയുന്നത്. ഈ INSBയിൽ നല്ല ചുണയുള്ള 2 പയ്യന്മാർ വളർന്നു വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവരെ ഒരു പീഡന കേസിൽപ്പെടുത്തി താഴെ ഇറക്കണം. അത് കേരള രാഷ്ട്രീയത്തിൽ കാലാകാലങ്ങളായി പാലിച്ചു വന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഒരു ആദ്യഘട്ടത്തിൽ ഇതൊരു പീഡന പരാതിയായിരുന്നു. ഇത്തരത്തിലൊരു തെറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണം, തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. പരമാവധി ശിക്ഷ അതെ, ഉറപ്പായിട്ടും അത് തന്നെയാണ് എപ്പോഴും നമ്മുടെ നിലപാടും. പക്ഷേ ഒരു ഘട്ടം പരിശോധിക്കുമ്പോൾ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന BJPയെയും CPMനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് വളരെ രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ ജനറലൈസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പീഡകർക്കൊപ്പമാണ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനെ ശക്തമായി ചെറുക്കേണ്ടതുണ്ട്. കാരണം ഒരു പാർട്ടിയും പുഴുക്കുത്തുകൾക്ക് സ്ഥാനമില്ല. ഒരു പാർട്ടിയിലും പുഴുക്കുത്തുകൾ ഇല്ലാതില്ല. എല്ലാ പാർട്ടിയിലും എല്ലാ ഘട്ടങ്ങളിലും മത സംഘടനകളിൽ പോലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സ്ത്രീ പീഡകരുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കരിവാരി തേക്കുക, കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക, ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്ത്രീ പീഡന ആരോപണങ്ങൾ, സ്ത്രീ പീഡന കേസുകൾ കൊണ്ട് മുഖം നഷ്ടപ്പെട്ട നേതാക്കന്മാർ അവരൊക്കെ സജീവമായിട്ട് പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ തിരിച്ചു വന്നു. അതിൽ ശ്രദ്ധേയമായി നമുക്കത് ആ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എക്കാലത്തും തലയെടുപ്പുള്ളൊരു നേതാവായിരുന്നു പി ടി ചാക്കോ എന്ന് പറയുന്നത്. അദ്ദേഹം 34-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായ ദേശീയ രാഷ്ട്രീയത്തിൽ കുതിച്ചുയർന്ന ഒരു വ്യക്തിത്വമായിരുന്നു പി ടി ചാക്കോ. അദ്ദേഹത്തിന് എന്താ പറ്റിയത്? അതായത് കേരളം രൂപീകരിച്ച ശേഷം നിലവിൽ വന്ന ആദ്യ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു കരിനിഴൽ വീഴുകയാണ്. ഒരു സ്ത്രീയെ കാലിൽ കയറ്റി കൊണ്ടുപോയെന്ന പേരിലുണ്ടായ വിവാദം. അത് വളരെ വലിയ, പിന്നീട് പാർട്ടി പ്രവർത്തകയാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ട് പോലും അതെ സമൂഹം അംഗീകരിച്ചില്ല. അസാധാരണമായ സംഘടനാ മികവൊക്കെ പ്രവർത്തി. അതായത് ഇപ്പൊ നമ്മൾ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് വളർന്നു വന്നത്, ആ ഒരു സാഹചര്യത്തിൽ അതിനേക്കാളും ആ കാലത്ത് നേതാവായിരുന്നു. പക്ഷേ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വന്നാലും നഷ്ടപ്പെടുന്ന വർഷങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുകയായിരുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ആ ചെറുക്കന്റെ 15 വർഷം പോയില്ലേ എന്നാണ് ചോദിച്ചത്. അവിടെ അങ്ങനെയല്ല, രാഷ്ട്രീയ ഭാവിയിലുള്ള ഏറ്റ കളങ്കത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ ജീവിതത്തിൽ വരുമ്പോൾ ഈ 15 വർഷങ്ങൾ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈം ഏജിൽ അയാളുടെ രാഷ്ട്രീയം നശിപ്പിക്കുക എന്നുള്ളത്, അതും വ്യാജ ആരോപണമാണെങ്കിൽ അത് തെറ്റായ കാര്യം തന്നെയാണ്. അത് ഈ പി ടി ചാക്കോയുടെ കാര്യം എടുത്ത് പരിശോധിച്ചാലും അയാളുടെ പ്രൈം ഏജിൽ നിൽക്കുന്ന സമയത്താണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ശബരിനാഥന്റെ പിതാവ് ജി കാർത്തികേയൻ, അതേപോലുള്ള വ്യക്തികൾക്ക് പിന്നെ ഏറ്റവും പ്രമാദമായ നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവന്ന
സോളാർ കേസിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ പേരില്ലാത്ത, അവർ പുറത്തുവിട്ട കത്തിൽ പേരില്ലാത്ത ഒരു ബില്ലില്ലായിരുന്നു. അത് പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി മുതൽ താഴെ ഏറ്റവും വരെയുള്ള AP അനിൽകുമാർ, ആറൊക്കെ പേരാണ് കൃത്യമായിട്ട് അതിൽ പേരുകൾ വന്നിരിക്കുന്നത്. KC വേണുഗോപാലും ഹൈബി ഈഡനും അടൂർ പ്രകാശും ഉൾപ്പെടെ ഈ മുഖ്യധാരയിൽ നിന്ന് മിക്ക രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ഇത്തരം ലൈംഗിക അതിൽ പേരില്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയും അതേപോലെ VD സതീശനും മാത്രമാണ്. ബാക്കി ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ കോൺഗ്രസിന്റെ എടുത്തു നോക്കിയാൽ M. വിൻസെന്റ് MLA, കോവളം MLA ആയിട്ടുള്ള M. വിൻസെന്റ് MLAക്ക് എതിരെ വന്ന ആരോപണം. എൽദോസ് കുന്നംപള്ളി, ഇപ്പൊ നമ്മളൊക്കെ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിനെടുത്ത പേട്ട കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രമാദമായ വിവാദ കേസുണ്ട്. അതിനുശേഷം വരുന്നത് രാഹുൽ മാങ്കൂട്ടം. പിന്നെ നമ്മൾ ഇതിനിടയ്ക്ക് വിട്ടുപോയൊരു വ്യക്തിയുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് ചെന്ന് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം ശക്തമായിരുന്നു. പക്ഷെ അദ്ദേഹം ആ ട്രാക്കിൽ നിന്ന് ലേക്കുന്നു. അപ്പം ഈ നമ്മളുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ലൈംഗികത പാടില്ല, പക്ഷെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കാനുള്ളത് ഒരു ജനപ്രതിനിധിയാണ്, സാമൂഹിക പ്രവർത്തനം നടത്തുന്നതാണ്, പൊതുപ്രവർത്തനം നടത്തുന്നതാണ്. എല്ലാവരും നമ്മളെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാക്കാറില്ലേ, മാധ്യമപ്രവർത്തകർ. അതേപോലെ തന്നെ ജനപ്രതിനിധികളെ. അതിനുശേഷം CPM ഉണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ കേസുമായി ബന്ധപ്പെട്ട്, പൂച്ചക്കുട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് AK ശശീന്ദ്രന്റെ കാര്യങ്ങളുണ്ട്. അതേപോലെ M. മുകേഷിന്റെ ഓഡിയോ സംഭാഷണങ്ങളൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. പക്ഷെ CPM എടുക്കുന്നൊരു നിലപാട് ചിലപ്പോൾ കൃത്യമായി പറഞ്ഞാൽ കേസ് കടക്കട്ടെ, അതുകൊണ്ട് തന്നെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളൊരു നിലപാടെടുക്കും. എന്ന് വെച്ചാൽ അതാണെങ്കിൽ M. മുകേഷിനും ഒരു ആൾട്ടർനേറ്റീവ് കൊണ്ടുവന്നാൽ, ഒരു മാനിഫെസ്റ്റേഷൻ കൊണ്ടുവന്നാൽ അത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാകും. എന്നാൽ എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചിട്ടില്ല, M. വിൻസെന്റ് MLA രാജിവെച്ചിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എടുത്തു കാണിക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ കാര്യം, CPM ഇത് ഏറ്റെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ CPMന്റെ സൈബർ പേജുകൾ സജീവമായി നോക്കുന്ന ഒരു വ്യക്തിയുമാണ്. നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സൈബർ പേജുകളും നോക്കുന്നതാണ്. അവർ ഒന്ന് പതിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് മുന്നോട്ട്. അതായത് CPMന്റെ സൈബർ പേജുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം ഉയർന്നപ്പോൾ വന്ന ശക്തമായ ഒരു അടി ഉണ്ടായിരുന്നു. ആ അടി ഈ ഘട്ടത്തിൽ ഉണ്ടെന്ന്, പരാതി കൊടുത്തിട്ട് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇടയ്ക്ക് വെച്ച് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് പാലക്കാട്ടേക്ക് പോകുന്നതിൽ CPM അഭാവം, അതായത് അദ്ദേഹത്തെ കടന്നാക്രമിക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ CPM ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നാണ് എന്നുള്ളതാണ് ഇത് എടുത്തു കാണിക്കാൻ കഴിയുന്ന മറ്റൊരു അവസ്ഥ. തങ്ങൾ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ CPM കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ല, അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല. ഒരു CPMന്റെ ആക്രമണം എന്ന് വെച്ചാൽ കണ്ടു നിൽക്കാൻ കഴിയാത്ത കോൺഗ്രസിനേക്കാളും ബദൽ സംവിധാനങ്ങൾ ഇപ്പൊ കോൺഗ്രസ് വീണ്ടും ശക്തി ആർജിച്ചിട്ടുണ്ട്. സൈബർ വിങ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അവരുടെ അപ് ടു ഡേറ്റ് ഒരു ഫോണ്ട് പോലും, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു ചർച്ചയെ പറഞ്ഞു, ഈ ഇവിടുത്തെ വലിയ മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ 500 രൂപ ക്ഷേമ പെൻഷൻ കൂട്ടിയത് മുഖ്യമന്ത്രി പറയുമ്പോഴാണ് അറിഞ്ഞത്. അല്ലാതെ ആരുടെയും കാർഡുകളോ അല്ലെങ്കിൽ വാർത്തകളോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടതായി എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ CPMന്റെ സൈബർ വിങ് ഇതറിഞ്ഞു. അവർ ആ പ്രഖ്യാപനം നടത്തിയ സ്പോട്ടിൽ തന്നെ ഇതിന്റെ ഒരു വലിയൊരു കണ്ടന്റ് പുഷ് ഉണ്ടായിരുന്നു ഈ ക്ഷേമപുരുഷൻ നടത്തുന്നത്. അപ്പം അത്രയും വലിയ സംവിധാനമുള്ളൊരു CPM പോലൊരു സൈബർ വിങ് അല്ലെങ്കിൽ കടന്നലുകളെന്നൊക്കെ വിശ്വസിപ്പിക്കുന്ന ഇവർ ഇത് പരിഗണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത് എന്ന് ഇവർ എന്തെങ്കിലും മുന്നോട്ട് ലക്ഷ്യം വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു ബൂമറാങ്ങായി കറങ്ങി തിരിഞ്ഞ് നെഞ്ചത്തേക്ക് വരാനുള്ള സാധ്യത. ഇപ്പൊ പെൺകുട്ടി ഇത്രയും നാൾ വരാതിരിഞ്ഞിട്ടും സ്വമേധയാണോ അല്ലാതെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണോ പരാതി കൊടുത്തത്, ഈ ക്ലോസുകളെല്ലാം തന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് വേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തുകൊണ്ട് പെൺകുട്ടി നേരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഓഫീസിൽ എത്തില്ല എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഈ പെൺകുട്ടി വരുന്നത് അറിഞ്ഞതുകൊണ്ടാണ് ആൾ ഓഫീസിലേക്ക് വന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ കൈകടത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട്. തീർച്ചയായിട്ടും അതായത് എന്തെങ്കിലും തരത്തിലുള്ള പുറകിൽ നിന്നുള്ള ഒരു പുഷ് ഇതിനു വേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പെൺകുട്ടി ഇത് കൊടുത്തതിന് ശേഷം BP കുറഞ്ഞ് തലകറങ്ങി ആശുപത്രിയിലാകുന്ന ഒരു സ്ഥിതി അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിമൻസ് കോളേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക്. അതൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടുള്ള H. വെങ്കടേഷിനെ നേരിട്ട് വിളിക്കുകയും ഈ കേസ് പുള്ളിക്കാരനെ ഏൽപ്പിക്കുകയും അതിനുശേഷം ഉടൻ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കുകയും ആ മൊഴി ആണ് ഇപ്പോൾ മാധ്യമങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
അതിവേഗത്തിൽ ഇതിന്റെ ദ്രുതഗതിയിൽ ഇതിന്റെ സംവിധാനം നീങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടം എവിടെയാണെന്നുള്ള കാര്യം ഇതുവരെ ആർക്കും അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ ഇങ്ങനെ സംസാരിച്ചതിൽ ഒരു പറ്റം കോൺഗ്രസ്സുകാർ പല ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇത് ചെയ്യുന്നുണ്ട്, അത് അവ്യക്തമാണെന്നുള്ളത്. പക്ഷെ അതിനും ക്ലോസുകൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റിയുള്ള ധാരണ കൃത്യമായി ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ചർച്ചയല്ലാതെ ഇതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായി ഒരു ഗ്രാഹ്യമായിട്ടുള്ള ചർച്ച, എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഇതിൽ നടന്നിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന മണിക്കൂറുകൾ എല്ലാം നിർണായകമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടം രാജ്യം വിടാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീർച്ചയായും അല്ല, ഇപ്പോൾ പാലക്കാട് വഴി ഏതെങ്കിലും വിധേന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് രാജ്യത്തേക്ക് കടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും തോന്നില്ല. ഇതിനു മുമ്പ് സിനിമാ താരങ്ങളും നേതാക്കളും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഈ ലുക്കൌട്ട് നോട്ടീസ് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തേക്കും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പം ഈ അതിവേഗത്തിലുള്ള സംവിധാനങ്ങളാണെന്ന് പറഞ്ഞാലും കേരളത്തിൽ ഒരു MLA പീഡന പരാതി മുംബൈക്കാരും അല്ലെങ്കിൽ ഡൽഹിക്കാരും നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഒന്നുമില്ല. പിന്നെ എയർപോർട്ടുകൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇരയ്ക്ക് നീതി ലഭിക്കുമെന്ന വിശ്വാസമുണ്ട്. എന്ത് തോന്നുന്നു മേഘ? ഇരയ്ക്ക് നീതി ലഭിക്കണം. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം. നമ്മുടെ ഇന്ത്യൻ നിയമം വെച്ചിട്ട് നമുക്ക് റിഫോർമേറ്റീവ് ലോ ആണുള്ളത്. ഒരു കുറ്റവാളി രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും പെടരുത് എന്നുള്ളതാണ് നമ്മുടെ നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ രക്ഷപ്പെടുക തന്നെ വേണം. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പായും ശിക്ഷിക്കപ്പെടും. ഇരയ്ക്ക് നീതിയും ലഭിക്കും.